നമസ്കാരം. കേരളത്തിലെ തീരദേശങ്ങൾ കേന്ദ്രീകരിച്ച് യുവാക്കളെ റഷ്യയിലേക്ക് റിക്രൂട്ട് ചെയ്തത് രാജ്യാന്തര ബന്ധമുള്ള വൻ സംഘമെന്നാണ് സൂചന കിട്ടിയിരിക്കുന്നത്. കായിക ശേഷിയുള്ള യുവാക്കളെ തെരഞ്ഞു പിടിച്ച് ഉയർന്ന ശമ്പളം വാഗ്ദാനം നൽകിയാണ് സംഘം വലയിലാക്കുന്നത്. വിസയ്ക്കായി വൻ തുകയും ഈ സംഘം കൈപ്പറ്റുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസമില്ലാത്ത യുവാക്കളെയാണ് സംഘം ലക്ഷ്യമിടുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ അഞ്ചുതെങ്ങിൽ നിന്നുള്ള 3 യുവാക്കളെയാണ് ഈ സംഘം ആദ്യം വലയിലാക്കിയത്. സംഭവം CBI ആണിപ്പോൾ അന്വേഷിക്കുന്നത്. അഞ്ചുതെങ്ങ് കൊപ്രാക്കൂട് പുരയിടത്തിൽ ടിനു, കൊപ്രാക്കൂട് പുരയിടത്തിൽ പ്രിൻസ്, അഞ്ചുതെങ്ങ് കൃപാനഗർ കുന്നുംപുറത്ത് വിനീത് എന്നിവർ ജനുവരി 3-നാണ് റഷ്യയിലേക്ക് പോയത്. സൂപ്പർ മാർക്കറ്റിൽ സുരക്ഷാ ജീവനക്കാരുടെ ജോലിക്കെന്ന് പറഞ്ഞാണ് ഇവരെ കൊണ്ടുപോയത്. അവിടെ എത്തിയപ്പോൾ ഇവരെ കൊണ്ട് കരാർ ഒപ്പിടിവിച്ച ശേഷം സൈനിക ക്യാമ്പിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ക്യാമ്പിൽ 23 ദിവസത്തെ പരിശീലനത്തിന് ശേഷം യുദ്ധഭൂമിയിലേക്ക് അയച്ചു. പ്രിൻസിന് വെടിയേൽക്കുകയും ബോംബ് വീണ് കാലിന് പരിക്കേൽക്കുകയും ചെയ്ത് ആശുപത്രിയിലായതോടെയാണ് യുവാക്കൾ ചതിക്കപ്പെട്ട വിവരം നാട്ടിലറിയുന്നത്. ഇവർ 3 പേരും ഇപ്പോഴും റഷ്യയിലാണ്. രണ്ടാമത് റഷ്യയിലേക്ക് കയറ്റി വിട്ടത് 32 പേരെയാണ്. തമിഴ്നാട് സ്വദേശികളായ 2 പേരും കൊല്ലം ജില്ലയിൽ നിന്നുള്ള 4 പേരും സംഘത്തിലുണ്ടായിരുന്നു. മറ്റുള്ളവരെല്ലാം തിരുവനന്തപുരം ജില്ലയിലെ പൂവാർ, പൊഴിയൂർ, പുതുക്കുറിച്ചി എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ്. ഫെബ്രുവരി 8-നാണ് ഈ സംഘം കൊച്ചിയിൽ നിന്ന് ഷാർജ വഴി മോസ്കോയിലേക്ക് പോയത്. തൊഴിൽ കരാറെന്ന് പറഞ്ഞ് ഒപ്പിടാൻ നൽകിയ രേഖകളിൽ സംശയം തോന്നിയ ഇവർ കരാറിൽ ഒപ്പിട്ടില്ല. കരാർ ഒപ്പിടാൻ സംഘാംഗങ്ങളിൽ ചിലർ ഭീഷണിപ്പെടുത്തിയെങ്കിലും ഇവർ ഒപ്പിടാൻ കൂട്ടാക്കിയില്ല. തുടർന്ന് ഇവരെ മാർച്ച് 7-ന് അവിടെ നിന്ന് നാട്ടിലേക്ക് കയറ്റിവിട്ടു. ഇവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചാണ് ഇപ്പോൾ CBI അന്വേഷണം നടക്കുന്നത്. റിക്രൂട്ടിംഗ് സംഘത്തിൻ്റെ ചതിയിലകപ്പെട്ടവരെല്ലാം സാമ്പത്തിക പ്രയാസമുള്ള കുടുംബങ്ങളിലെ യുവാക്കളാണ്. റഷ്യയിൽ യുദ്ധം നടക്കുന്നുണ്ടെന്ന വസ്തുത പോലും ഇവരിൽ പലർക്കും അറിയില്ല എന്നുള്ളതാണ്. 1.95 ലക്ഷം രൂപ ശമ്പളവും 50,000 രൂപയുടെ ആനുകൂല്യവും പ്രതിമാസം ലഭിക്കുമെന്ന് പറഞ്ഞാണ് രണ്ടാമത്തെ സംഘത്തെ റഷ്യയിലേക്ക് അയച്ചത്. അങ്ങനെ ഇത്തരത്തിലുള്ള കെണിയിൽപ്പെട്ടവരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്.